ഒഡീസി ഭാഗം 2. ഒറ്റക്കണ്ണൻ ഭീമൻ്റെ ശാപം. ട്രോയൻ യുദ്ധം അവസാനിച്ചിരിക്കുന്നു. വിജയിയായ രാജാവ് ഒഡീസിയസ് സ്വന്തം രാജ്യമായ ഇത്താക്കയിലേക്ക് യാത്ര തിരിച്ചു. പക്ഷേ വിധി അവനു വേണ്ടി മറ്റൊരു വഴിയാണ് ഒരുക്കിയിരുന്നത്. ലോട്ടസ് ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ട അവർ ഇപ്പോൾ പുതിയൊരു ദ്വീപിലെത്തിയിരിക്കുകയാണ്. അവിടെ അവരെ കാത്തിരുന്നത് സാധാരണ ശത്രുവല്ല, ഒരു കണ്ണ് മാത്രമുള്ള മനുഷ്യനെ ഭക്ഷണമാക്കുന്ന ഭീമൻ, സൈക്ലോപ്സിൻ്റെ ഗുഹ. ദ്വീപ് അപ്പോൾ ശാന്തമായിരുന്നു. പച്ചപ്പാർന്ന മലകളും ആട്ടിൻകൂട്ടങ്ങളും മാത്രമായിരുന്നു അവിടെ കാണാനുണ്ടായിരുന്നത്. ഇവിടെ മനുഷ്യർ താമസിക്കുന്നുണ്ടാവും, ഒഡീസിയസിൻ്റെ കൂട്ടുകാർ അപ്പോൾ പറഞ്ഞു. അവർ ഒരു വലിയ ഗുഹയിലേക്ക് നടന്നു നീങ്ങി. അതിനുള്ളിൽ പാലും ചീസും നിറഞ്ഞ പാത്രങ്ങളായിരുന്നു. കൂട്ടുകാർ പറഞ്ഞു, ഇവ എടുത്ത് ഉടൻ നമുക്ക് പുറത്തു പോകാം. പക്ഷേ ഒഡീസിയസ് കൗതുകത്തോടെ ചോദിച്ചു, ഈ ഗുഹയുടെ ഉടമ ആരാണെന്ന് കണ്ടിട്ടേ നമുക്ക് പോകാവൂ. ആ തീരുമാനം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നായി മാറി. സൂര്യൻ അസ്തമിച്ചപ്പോൾ ഭൂമി പയ്യെ വിറയ്ക്കാൻ തുടങ്ങി. പുറത്തുനിന്ന് ഒരു ഭീമൻ നടന്നു വന്നു. ഒരു കണ്ണ് മാത്രം, മല പോലെയുള്ള ശരീരം. അവൻ്റെ പേര് പോളിഫീമസ്. അവൻ ഗുഹയുടെ വാതിൽ തുറന്ന് ഒരു ഭീമൻ പാറ കൊണ്ട് അതടച്ചു. ഇപ്പോൾ ഒഡീസിയസിനും കൂട്ടുകാർക്കും രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. നിങ്ങൾ ആരാണ്? ഭീമൻ്റെ ശബ്ദം ഗുഹയിൽ മുഴങ്ങി. ഒഡീസിയസ് മറുപടി പറയുന്നതിന് മുമ്പ് പോളിഫീമസ് 2 സൈനികരെ പിടിച്ചു. അവരെ കല്ലിൽ അടിച്ചു കൊന്നു. പിന്നീട് അവരെ അവൻ ഭക്ഷിച്ചു. ഗുഹ മുഴുവൻ നിശബ്ദമായി. ഒഡീസിയസ് എന്തു ചെയ്യണമെന്നറിയാതെ പതറി. അവൻ്റെ ആളുകൾ ഭയന്നു വിറച്ചു. വാളെടുത്ത് ആക്രമിക്കാമെന്ന് ചിലർ പറഞ്ഞു. പക്ഷേ ഒഡീസിയസ് അത് തടഞ്ഞു. കാരണം ഭീമൻ മരിച്ചാൽ ആ വലിയ പാറ മാറ്റാൻ ആർക്കും കഴിയില്ല. അവർ എല്ലാവരും ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോകും. അതിനാൽ വാളുകൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് ആ ഭീമനെ ജയിക്കേണ്ടത്. അടുത്ത ദിവസം ഭീമൻ 2 പേരെ പിന്നെയും കൊന്നു തിന്നു. ഒഡീസിയസ് ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു തുടങ്ങി. ട്രോയിൽ നിന്ന് കൊണ്ടുവന്ന ശക്തമായ വീഞ്ഞ് അവൻ പോളിഫീമസിന് നൽകി. ഭീമൻ അതൊരിക്കലും ഇതുവരെ രുചിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ തുടരെ അത് കുടിച്ചു. കുറച്ചു നേരത്തിനുള്ളിൽ മദ്യലഹരിയിലേക്ക് അവൻ വീണു. ഉറങ്ങുന്നതിന് മുമ്പ് ഭീമൻ ചോദിച്ചു, നിന്റെ പേര് എന്താണ്? ഒഡീസിയസ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പേര് ആരുമല്ല. ഭീമൻ ചിരിച്ചു. ആരുമല്ല? ശരി, ആരുമല്ല. നിന്നെയാണ് ഞാൻ അവസാനം ഭക്ഷിക്കാൻ പോകുക. അതോടെ അവൻ ഉറക്കത്തിലേക്ക് വീണു. ഇതായിരുന്നു അവസരം. ഒഡീസിയസും കൂട്ടുകാരും ചേർന്ന് ഒരു നീളൻ മരത്തടി തീയിൽ ചുട്ടെടുത്തു. അത് ചുവന്ന് തിളയ്ക്കാൻ തുടങ്ങി. അവർ പതുക്കെ ഭീമൻ്റെ അടുത്തെത്തി. ഒരുമിച്ച് ആ മരത്തടി അവൻ്റെ ഒറ്റ കണ്ണിലേക്ക് കുത്തിയിറക്കി. പോളിഫീമസ് വേദന കൊണ്ട് ആകാശം കുലുങ്ങുന്ന രീതിയിൽ നിലവിളിച്ചു. ആ നിലവിളി കേട്ട് മറ്റ് സൈക്ലോപ്പസുമാർ ഗുഹയിലേക്ക് ഓടിയെത്തി. അവർ ചോദിച്ചു, ആരാണ് നിന്നെ ആക്രമിച്ചത്? അകത്തുനിന്ന് ഭീമൻ അലറിപ്പറഞ്ഞു, ആരുമല്ലയാണ് എന്നെ ആക്രമിക്കുന്നത്. പുറത്തുള്ളവർ ആശയക്കുഴപ്പത്തിലായി. ആരുമല്ല ആക്രമിക്കുന്നെങ്കിൽ നിനക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാകില്ലല്ലോ. അവർ തിരികെ പോയി. ഒഡീസിയസിൻ്റെ തന്ത്രം അതോടെ വിജയിച്ചു. ഇപ്പോൾ ഭീമന് കണ്ണ് കാണാൻ കഴിയില്ല. എന്നാൽ അവൻ ഗുഹയുടെ വാതിലിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓരോ ആടും പുറത്തേക്ക് പോകുമ്പോൾ കൈകൊണ്ട് അവൻ പരിശോധിച്ചിരുന്നു. അതോടെ ഒഡീസിയസിന് മറ്റൊരു തന്ത്രം തോന്നി. ഓരോ മനുഷ്യനെയും ഓരോ വലിയ ആടിൻ്റെ വയറിൻ്റെ അടിയിൽ അവൻ കെട്ടി. ഭീമൻ ആടുകളുടെ പുറത്തു മാത്രം കൈവച്ച് പരിശോധിച്ചിരുന്ന സൈക്ലോപ്പസിന് മനുഷ്യരെ കാണാൻ കഴിഞ്ഞില്ല. വയറിനടിയിൽ തൂങ്ങിയിരുന്ന മനുഷ്യരെ അവൻ അറിഞ്ഞതുമില്ല. അങ്ങനെ ഒരാളായി എല്ലാവരും ഗുഹയുടെ പുറത്തേക്കെത്തി. അവർ ഓടി കപ്പലിൽ കയറി. അപകടം അവസാനിച്ചതായി അവരെല്ലാവരും കരുതി. പക്ഷെ അപ്പോഴാണ് ഒഡീസിയസ് തൻ്റെ വലിയ തെറ്റ് ചെയ്തത്. കപ്പൽ കടലിലേക്ക് നീങ്ങിയിരുന്നു. ഇപ്പോൾ അവർ സുരക്ഷിതരായിരുന്നു. എന്നാൽ ഒഡീസിയസിന് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല.
അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പോളിഫീമസ്, നിന്നെ തോൽപ്പിച്ചത് ആരുമല്ല, രാജാവായ ഒഡീസിയസ് ആണ്. അത് കേട്ട ഭീമന്റെ മുഖം കോപം കൊണ്ട് വിറച്ചു. അവൻ ആകാശത്തേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, കടലിൻ്റെ ദേവനെ, ഈ മനുഷ്യനെ ഒരിക്കലും വീട്ടിലെത്തിക്കരുതേ. എത്തിയാലും എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായിരിക്കണമേ. ആ നിമിഷം മുതൽ ആ യാത്ര ഒരു മടക്കയാത്ര മാത്രമായിരുന്നില്ല, അതൊരു ശാപയാത്രയായി മാറി. പോളിഫീമസിൻ്റെ പ്രാർത്ഥന കേട്ട് കടലിൻ്റെ ദേവൻ കോപാകുലനായി. കടൽ പയ്യെ മാറി തുടങ്ങി. കാറ്റിൻ്റെ ദിശ മാറി. ദൂരെയുള്ള തിരമാലകൾ അസാധാരണമായ രീതിയിൽ ഉയർന്നു. ഒഡീസിയസിന് അത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ഒരു നിമിഷത്തെ അഹങ്കാരം ഇനി വർഷങ്ങളോളം അവരെ പിന്തുടരും. അടുത്ത യാത്രയിൽ അവർ കണ്ടുമുട്ടാൻ പോകുന്നത് കാറ്റുകളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ദേവനെയായിരുന്നു. പക്ഷേ മനുഷ്യൻ്റെ ഒരു ചെറിയ പിഴവ് വീണ്ടും എല്ലാം തകർക്കും.